നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഊദ് മഹത്തിലെ ഇന്ത്യൻ ഹൈസ്കൂളിലാണ്. ഇന്ന് ഇവിടെ ഒരു സുപ്രധാനമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും. നിങ്ങൾക്ക് കാണാം, മൊബൈൽ ഡെന്റൽ ക്ലിനിക്, സഞ്ചരിക്കുന്ന ദന്താശുപത്രി. ഇത് ആരംഭിച്ചിരിക്കുന്നത് മലബാർ ഡെന്റൽ ക്ലിനിക് LLCയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ. നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ 800 ടീത്ത് മൊബൈൽ ഡെന്റൽ ക്ലിനിക്കിൻ്റെ ഡയറക്ടറും മലബാർ ഡെന്റൽ ക്ലിനിക് CEOയുമായ ഡോക്ടർ MA ബാബു, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമുക്ക് ഈ ഡെന്റൽ ക്ലിനിക്കിൻ്റെ ഉൾവശം കാണുകയും ചെയ്യാം. ഓക്കെ സാർ, നമസ്കാരം. ഇന്നൊരു വലിയൊരു തുടക്കമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ സാറിനോട് പറയാനുള്ളത്? ഇതെന്താണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള കാരണം? എന്താണ് ഇങ്ങനെ ഒരു തോട്ട് വരാൻ? മൊബൈൽ ഡെന്റൽ ക്ലിനിക്ക് ബേസിക്കലി ഒരു ഹെൽത്ത് ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. അപ്പം സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യം എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് കൊടുത്തത്. പ്രത്യേകിച്ച് ദുബായിലെ ഈ പറയുന്ന എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റിയിൽ ബിലോ ആവറേജ് സെഗ്മെൻറ്റിൽ നമ്മൾ പല്ല് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസാധ്യമായിട്ട് വന്നിരിക്കുന്ന സംഭവം. കാരണം അതിൻ്റെ കോസ്റ്റ് ഫാക്ടേഴ്സ് ഒന്ന്, പിന്നെ അതിൻ്റെ ആക്സസിബിലിറ്റി ഫാക്ടേഴ്സ് രണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്താണ് ഇതിങ്ങനെ ചിന്തിച്ച് തുടങ്ങിയത്. ഏകദേശം 3.5 വർഷത്തോളമായി. പിന്നീട് നമ്മൾ ഏകദേശം 9 മാസം എടുത്തപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഷെഡ്യൂളൊക്കെ ഇട്ട് ആദ്യത്തെ കമേഴ്ഷ്യൽ മൊബൈൽ ഡെന്റൽ ട്രക്ക് 800 ടീത്ത് എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് കൊണ്ടുവരുന്നത്. ഇതൊരു ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ 24 മണിക്കൂറും എമർജൻസി കെയർ കൂടി കൊടുക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ജനറൽ ഡെൻറ്റിസ്ട്രിയാണ്. ജനറൽ ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പോൾ ബേസിക് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും. സ്പെഷ്യാലിറ്റി ഡെൻറ്റിസ്ട്രി നമ്മൾ അടുത്ത സ്റ്റേജിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ക്ലിനിക്കിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാൻ പറ്റും. മലബാർ ഡെന്റൽ ക്ലിനിക്കിൻ്റെ അണ്ടറിൽ തന്നെ ആ ഒരു ഇതിൽ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ഇതിൻ്റെ ഏറ്റവും നല്ല ഫാക്ടേഴ്സ് അല്ലെ, ഏറ്റവും മോഡേൺ എക്യുപ്മെൻറ്റ്സും ഹൈജീനും എല്ലാം 100% ഷുവറിറ്റി നമുക്ക് തരും. തീർച്ചയായിട്ടും. അത് നമ്മുടെ ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ മലബാർ ഡെന്റൽ ക്ലിനിക്കിൽ നമുക്കൊരു 10 സ്പെഷ്യാലിറ്റീസ് ഇൻക്ലൂഡിങ് 10 ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ 5 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ സർവീസസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ ഹെൽത്തിലായിരിക്കും കൂടുതൽ. സ്കൂൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാംസിൽ, പിന്നെ ലേബർ ക്യാമ്പിൽ കോർപ്പറേറ്റ് ലേബേഴ്സിനുള്ള പ്രോഗ്രാംസിൽ, പിന്നെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് അതാണ്. ഫോർക്ക് ലിഫ്റ്റ് വെച്ചിട്ട് പേഷ്യൻസിനുള്ളിൽ കയറ്റുകയും ചെയറിൽ കൊണ്ടുവന്നിരുത്തുകയും നോക്കാനും സാധിക്കും. പിന്നെ ഹോം കെയർ സർവീസസ്. ഇതാണ് നമ്മളെ 4 സെഗ്മെന്റ്സ്. അപ്പം ഇത് നമുക്കറിയാം, അല്ലേ, പരിമിതികളുള്ളവർക്ക്, പ്രായമുള്ളവർക്ക്, അതുപോലെ നമ്മളൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പല്ലുവേദന എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാതെ അതിനൊരു നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇപ്പോൾ സ്കൂൾസിലൊക്കെ പെട്ടെന്ന് പല്ല് വീണ് പൊട്ടുക, ചിപ്ഡ് ടൂത്ത്, ആരെങ്കിലും ആക്സിഡന്റിൽ റോഡ് നടന്നു പോകുമ്പോൾ വീണ് പൊട്ടുക, ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ഡെന്റൽ എമർജൻസീസ്. അതിന് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യും. പിന്നെ സാർ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഡോക്ടർ. കാര്യം നമുക്കറിയാം ഡെന്റിസ്ട്രി ഏറ്റവും എക്സ്പെൻസീവ് ആണ് ഇൻ ദുബായ്. നമുക്ക് സാധാരണക്കാർക്ക് പോലും പലപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ നാട്ടിലൊക്കെ പോയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ വിസിറ്റ് വിസയിൽ വരുന്നവരുണ്ട്, അതുപോലെ ഈ ലേബർ ക്യാമ്പിലൊക്കെ അറ്റ്ലീസ്റ്റ് അവർക്കൊരു കവറേജ് എങ്കിലും ഉണ്ടാകും. വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് യാതൊരു ഇൻഷുറൻസ് കവറേജും ഇല്ല. അങ്ങനെയുള്ളവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മുടെ പ്രൈസിങ് റേഞ്ച് നമ്മുടെ നോർമൽ ക്ലിനിക്കിനേക്കാൾ താഴെയാണ്. ഓക്കെ. അത് തന്നെ ഒരു അഫോർഡബിൾ ഡെന്റിസ്ട്രി പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ നമ്മളൊരു വി ട്രീറ്റ് ഫോർ മാസസ്, നോട്ട് ഫോർ ക്ലാസസ് ബേസിക്കലി. ഓക്കെ. സോ ദാറ്റ് വുഡ് ബി അവർ ടാഗ് ലൈൻ. ഡെഫിനറ്റ്ലി അതായിരിക്കും ഞങ്ങളുടെ ഫോക്കസ്. കാരണം ഒരുപാട് പേര് നമുക്കറിയാം പല്ലുവേദന സഹിച്ചിരിക്കുന്ന ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആകുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു 800 ടീത്ത് ഒരു സഹായമാകുന്നതിന് നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ച് ലേബർ ക്യാമ്പിലുള്ളവർക്കും അവർക്ക് ആഴ്ചയിൽ മാസത്തിൽ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഒരു ക്ലീനിങ് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം 10,000-ഓളം ലേബർ ഇൻഡിവിജ്വൽസിനെയാണ് അടുത്ത 3 മാസം മുതൽ 6 മാസം വരെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പ്ലാനിങ് കഴിഞ്ഞു. ഏകദേശം ഒരു 10-15 കോർപ്പറേറ്റ് സൈഡിൽ ടൈപ്പായി. അതിൻ്റെ പേരുകളൊക്കെ പിന്നീട് സാവധാനം വെളിപ്പെടുത്തും. എന്തായാലും ഒരു വലിയൊരു ഇനിഷ്യേറ്റീവാണ് ഡോക്ടറുടെ നേതൃത്വത്തിൽ എടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ 800 ടീത്ത് മൊബൈൽ ഡെന്റൽ ക്ലിനിക്. നമുക്ക് ഇതിന്റെ ഉൾവശം എങ്ങനെയാണെന്ന് നോക്കിയാലോ ഡോക്ടർ? ഓക്കെ, പ്ലീസ് കം. ക്ലിനിക്കിന്റെ റിസപ്ഷനാണ് ബേസിക്കലി. ഓക്കെ, ഇതാണ് റിസപ്ഷൻ. ഇതിന്റെ അകത്ത് നമ്മ ഫീമെയിൽ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, മെയിൽ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻട്രൻസിന്റെ ഒരു സ്റ്റെപ്പ് എൻട്രൻസ് ഉണ്ട്, ഒപ്പം തന്നെ ഒരു ഹൈഡ്രോളിക് എൻട്രൻസ്. ഇത് സ്പെഷ്യൽ നീഡ്സ് അല്ലേ? ഈ വീൽ ചെയറിൽ നമ്മൾ കയറ്റി ഇരുത്തി
ക്ലിനിക്കിൻ്റെ ഉള്ളിലേക്ക് കയറാവുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതാണ് ഡെന്റൽ യൂണിറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയർ. ഇതിൻ്റെ അകത്ത് എല്ലാ പ്രവർത്തനത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിലും ഇതിൻ്റെ ഉള്ളിലുമായിട്ട് ഇൻക്ലൂഡിങ് വാട്ടർ പ്യൂരിഫയർ, കംപ്രസർ, എല്ലാ ഇൻസ്ട്രുമെൻസും, സക്ഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം തന്നെ DHAയുടെ റൂൾ പ്രകാരമുള്ള ഇതിലാണ്, ഗൈഡ് ലൈൻസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ എല്ലാ റിപ്പോർട്ട്സും നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്ത് അവരെ അറിയിക്കുകയും വേണം. ഓക്കെ, ഇത് ശരിക്കും ഒരു നോർമൽ ഡെന്റൽ ക്ലിനിക്കിന്റെ എങ്ങനെയാണോ ഒരു റൂം സെറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് തന്നെയാണ് ഒരു ഡെന്റൽ ഹോസ്പിറ്റൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡെന്റൽ റൂം എക്സാക്ട്ലി അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മളുടെ മൊബൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ റൂം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വീൽ ചെയർ ഫ്രണ്ട്ലി എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് നോക്ക് എത്ര ഭംഗിയായിട്ടാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, നോർമൽ ഒരു സ്റ്റെപ്പും ഉണ്ട്. ബുദ്ധിമുട്ട് വയ്യാഴികയൊക്കെ ഉള്ളവർക്ക് ഇതിലെ നമുക്ക് വീൽ ചെയർ വഴി ഇതിലെ ഉള്ളിലേക്ക് കെട്ടാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ വീൽ ചെയർ വെച്ചിട്ട് മെല്ലെ രോഗി അകത്തേക്ക് കയറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ടെക്നിക്കലി എല്ലാം വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് ഡോക്ടർ. ഓക്കെ, വെരി ഗുഡ് ഡോക്ടർ. അപ്പോൾ 800 ഡെന്റൽ മൊബൈൽ ഡെന്റൽ ടീത്തിന്റെ ഉൾവശമെല്ലാം നമ്മൾ കണ്ടു. എന്തായാലും ഡോക്ടർ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് വേണ്ടിയിട്ട്. സോ ഇന്നായിരുന്നു ഇതിൻ്റെ ഫ്ലാഗ് ഓഫ്. സോ ഇത് ഓൾ ഓവർ UAE ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ, എല്ലാവർക്കും തക്ക സമയത്ത് ഉപകരിക്കുന്ന രീതിയിൽ, ഒത്തിരി മേന്മയേറിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ എല്ലാ ആശംസകളും. ഞങ്ങളിപ്പോൾ ആദ്യം ദുബായിലാണ് ആരംഭിക്കുന്നതെങ്കിലും നമ്മുടെ ഓവറോൾ പ്ലാൻ GCCയിൽ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുള്ള ഏകദേശം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഡോക്ടറുടെ ആഗ്രഹം പോലെ ഒരുപാട് ആളുകൾക്ക് സഹായകമായിട്ട് 800 ഡെന്റൽ ടീത്ത് UAE ഓൾ ഓവർ UAE കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.